സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റിൽ കൂടിയാണ് നമ്മൾ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങൾ 50 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസ് അനുസരിച്ച് തന്നെയാണ് ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോ കാണാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അപ്പോൾ അവിടെ മോക്ക് ടെസ്റ്റുകളുടെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജൊറാസെങ്കോ ഭവൻ താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, രവീന്ദ്രനാഥ ടാഗോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൊറാസെങ്കോ ഭവൻ രവീന്ദ്രനാഥ ടാഗോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടുപേരാണ് ജൊറാസെങ്കോ ഭവൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. എന്നാൽ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നോയിഡ, ഉത്തർപ്രദേശ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കഥകളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ, കൊട്ടാരക്കരയാണ് കഥകളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് കൊട്ടാരക്കര. അപ്പോൾ കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്ന രാമനാട്ടം. അപ്പോൾ ഈ രാമനാട്ടത്തിന് രൂപം കൊടുത്തത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കഥകളിയുടെ ജന്മസ്ഥലം കൊട്ടാരക്കര. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി, കാണ്ട്ല തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖമാണ് കാണ്ട്ല തുറമുഖം, ഗുജറാത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ കറൻസി അച്ചടിച്ചിറക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി, RBIക്കാണ് ഇന്ത്യൻ കറൻസി അച്ചടിച്ച് ഇറക്കുവാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ ഡി, 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെട്ടത് 1951. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി, ഭാരതരത്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക്പാൽ ബിൽ ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷം ഏതായിരുന്നു? ഓപ്ഷൻ എ, 1968 ലോക്പാൽ ബിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1968. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ സി, 1992 ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് 1992. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷവും ഇതേ വർഷം തന്നെയാണ്. 1992 പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായത് 1992. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന മുൻ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി, ചന്ദ്രനഗറാണ്. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന മുൻ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് ചന്ദ്രനഗർ. അപ്പോൾ ചന്ദ്രനഗർ പശ്ചിമ ബംഗാളിലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, സിക്കിമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ ഏതൊക്കെയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ? അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, പിന്നെ നാഗാലാൻഡ്, ത്രിപുര എന്നിവരാണ് സപ്ത സഹോദരിമാർ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് സിക്കിം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്?
ഓപ്ഷൻ എ സി രാജഗോപാലാചാരിയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത്. സി രാജഗോപാലാചാരി. അപ്പോൾ തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. വേദാരണ്യം എന്ന കടപ്പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വേദാരണ്യം ഗാന്ധി, സി രാജഗോപാലാചാരി. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? 44ാം വകുപ്പാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 44ാം വകുപ്പ്. നിർദ്ദേശക തത്വങ്ങളിലാണ് ഈ ഏകീകൃത സിവിൽ കോഡ് പരാമർശമുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി പത്തനംതിട്ട ജില്ലയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പ നദീതീരത്താണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേലാണ്. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അതുപോലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെ? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും വല്ലഭായ് പട്ടേലാണ്. എന്നാൽ അതേസമയം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. മാറിപ്പോകരുത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ സി വി പി മേനോനായിരുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയായിരുന്നു വി പി മേനോൻ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യ ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1951. ഇന്ത്യയിൽ ആദ്യ ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് 1951. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു KC നിയോഗി. അപ്പോൾ ഇന്ത്യയിലെ ഈ ആദ്യ ധനകാര്യ കമ്മീഷനിലെ ഒരംഗമായിരുന്നു VP മേനോനും. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ സിലിഗുരി ഇടനാഴിയാണ്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് സിലിഗുരി ഇടനാഴി. അപ്പോൾ ഈ സിലിഗുരി ഇടനാഴി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ് സിലിഗുരി ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ സിലിഗുരി ഇടനാഴിയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭുവാണ്. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിന്നീട് പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. എന്നാൽ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫാണ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ സി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ 1951 to 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലം. UGC ആരംഭിച്ചത് ഏതു വർഷമാണ്? 1953 UGC ആരംഭിച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി സി ശങ്കരൻ നായരായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സി ശങ്കരൻ നായർ. എന്നാൽ അതേസമയം സർ പദവി തിരിച്ചു നൽകിയ നേതാവ് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ആരൊക്കെയാണ്? ഗാന്ധിജിയും സരോജിനി നായിഡുവുമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവും. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചവിട്ട് നാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശീയർ പോർച്ചുഗീസുകാരാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ ഡി ഗ്യാൻ ഭാരതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി. അപ്പോൾ ഗ്യാൻ ഭാരതിയുടെ മറ്റൊരു പേരാണ് റാൻ ഓഫ് കച്ച്. ഗ്യാൻ ഭാരതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ഗ്യാൻ ഭാരതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലാണ് ഗ്യാൻ ഭാരതി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ദിബ്രു സൈക്കോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവാണ് ദിബ്രു സൈക്കോവ. സ്ഥിതി ചെയ്യുന്നത് ആസാം സംസ്ഥാനത്താണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുറ്റാലം വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി തമിഴ്നാട്ടിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കുട്രാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്താണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം വെള്ളച്ചാട്ടമാണ്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം, തമിഴ്നാട്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡോൾഫിൻ പോയിന്റ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി കോഴിക്കോട് ജില്ലയിലാണ് അല്ലെങ്കിൽ കോഴിക്കോടാണ് ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ ഏർലി മോർണിംഗിൽ ഡോൾഫിനെ കാണാൻ സാധിക്കുന്ന ഒരു ബീച്ചാണ് ഈ ഡോൾഫിൻ പോയിന്റ് കോഴിക്കോട്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ബി 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948. അപ്പോൾ 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. 1948 ഡിസംബർ 10. അപ്പോൾ അതുകൊണ്ടാണ് ഡിസംബർ 10 ഇപ്പോൾ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 326 വകുപ്പാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 326 വകുപ്പ്. ഇനി അതുപോലെ 324 ഒരു വകുപ്പുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാം. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 324 വകുപ്പ്. 326 വകുപ്പ് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അലാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഗുജറാത്തിലാണ്. അലാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്, ഗുജറാത്ത് സംസ്ഥാനം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ TV ചാനൽ ഏതാണ്? ഓപ്ഷൻ എ CTV ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ TV ചാനലാണ് CTV. ഇനി കേരളത്തിലെ ആദ്യ സ്വകാര്യ TV ചാനൽ ഏതാണ്? നമുക്കറിയാം ഏഷ്യാനെറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനലാണ് ഏഷ്യാനെറ്റ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ പ്രഥമ വനിതാ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ ഡി സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയിലെ പ്രഥമ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അപ്പോൾ INCയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. അതുപോലെ ഇന്ത്യയിലെ പ്രഥമ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. ഇനി അതുപോലെ വിജയലക്ഷ്മി പണ്ഡിറ്റ് നമുക്കറിയാം UN പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. UN പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതുപോലെ ആദ്യ വനിതാ മന്ത്രിയും വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അതുപോലെ VS രമാദേവി ആരായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ഏക വനിത അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവിയാണ്. അതുപോലെ സുജേത കൃപലാനി
ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു സുജേത കൃപലാനി. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്ന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, മൗലിക കടമകളാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് നാം കടമെടുത്തിരിക്കുന്ന ആശയം മൗലിക കടമകളാണ്. ഇനി അതുപോലെ നമുക്കറിയാം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നാം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഫ്രം അമേരിക്ക. അതുപോലെ അവശിഷ്ട അധികാരം, അത് എവിടെ നിന്നാണ് നാം കടമെടുത്തിരിക്കുന്നത്? കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരം നാം കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന്. അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നാം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സർവീസ് നിർത്തലാക്കിയത് എന്നാണ്? ഓപ്ഷൻ ബി, 2013 ജൂലൈ 15 ഇന്ത്യയിൽ ടെലഗ്രാഫ് സർവീസ് നിർത്തലാക്കിയത്. 2013 ജൂലൈ 15. അപ്പോൾ നമുക്കറിയാം, ടെലഗ്രാഫ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ഒരു ലൈൻ സ്ഥാപിച്ചിരുന്നു. അത് ഏത് വർഷമാണ്? 1850 പരീക്ഷണാടിസ്ഥാനത്തിൽ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ആദ്യ ടെലഗ്രാഫ് ലൈൻ 1850. എന്നാൽ ഇന്ത്യയിൽ ടെലഗ്രാഫ് ആദ്യമായിട്ട് സർവീസ് ആരംഭിച്ച വർഷം 1851. തൊട്ടടുത്ത വർഷം 1851 കൊൽക്കത്തയിലാണ് ആദ്യ ടെലഗ്രാഫ് സർവീസ് സംഭവിച്ചത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി, PC മഹലനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ് നമുക്കറിയാം? ദാദാഭായ് നവറോജിയാണ്. ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്യവയോധികനായിരുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജി. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഓപ്ഷൻ ഡി, 4 ഔദ്യോഗിക അംഗങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 പേര്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേര്? 5 പേര്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേര്? 3 പേര്. അപ്പോൾ ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 പേരും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 പേരും മാത്രം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യകാലങ്ങളിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആദ്യകാലങ്ങളിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ സി, 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. 1947 ജൂലൈ 22. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, ലാഹോറിലാണ്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്, പാകിസ്ഥാനിലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അതിന് പ്രത്യേകിച്ച് കാലാവധിയില്ല. എന്നാൽ അതേസമയം ഒരു രാജ്യസഭ MP-യുടെ കാലാവധി എത്രയാണെന്ന് ചോദ്യം വന്നാൽ 6 വർഷമാണ് രാജ്യസഭ MP-യുടെ കാലാവധി. എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതൊരു സ്ഥിരം സഭയാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1993 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? ഓപ്ഷൻ ബി, 1993. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷമാണ് 1993 ഒക്ടോബർ 12. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു?
ഓപ്ഷൻ സി ശ്യാം ശരൺ നേഗി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറായിരുന്നു ശ്യാം ശരൺ നേഗി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാക തീരത്താണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. സ്ഥിതി ചെയ്യുന്നത് പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്ത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നെല്ലൂർ ജില്ലയിലാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി ചെമ്മണ്ണാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അപ്പോൾ ചെമ്മണ്ണിന് ഈ ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം എന്താണ്? ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിച്ചത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യങ്ങൾക്കായി യാചനായാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ മെച്ചപ്പെട്ട പഠന സാഹചര്യങ്ങൾക്കായിട്ട് യാചനായാത്ര നടത്തിയ നവോത്ഥാന നായകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ ഈ വി.ടി. ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത് എവിടം മുതൽ എവിടം വരെയായിരുന്നു? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദനായിരുന്നു. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽ അമീൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ സി അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. അൽ അമീൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബ്. എന്നാൽ അതേസമയം അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അബ്ദുൽ ഖാദർ മൗലവിയും അൽ അമീൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബുമാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. ജോസഫ് മുണ്ടശ്ശേരി. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ ബി എം ആർ ഭട്ടതിരിപ്പാടായിരുന്നു. എം ആർ ഭട്ടതിരിപ്പാടായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത്. എം ആർ ഭട്ടതിരിപ്പാട്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ എ ലൂയിസ് വാഷ്കാൻസ്കി ആയിരുന്നു. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയായിരുന്നു ലൂയിസ് വാഷ്കാൻസ്കി. ഇനി ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരായിരുന്നു? ക്രിസ്ത്യൻ ബർണാഡ് ആയിരുന്നു. ലോകത്ത് ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഓപ്ഷൻ ഡി കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ. അപ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളിലാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്?
കരളാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ എത്ര പ്രാവശ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻ എ 7 തവണയാണ് കേരളത്തിൽ ആകെ 7 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? 1956 കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. 1956. അതായത് കേരളപ്പിറവിക്കും തൊട്ട് മുൻപ്, അല്ലെങ്കിൽ കേരളം പിറവിയെടുത്തത് രാഷ്ട്രപതി ഭരണത്തിലേക്കായിരുന്നു. കേരളം പിറവിയെടുത്തത് തന്നെ. ഇനി അവസാനമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? 1982 അവസാനമായിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം 1956 അവസാനം 1982 ആകെ 7 പ്രാവശ്യം. ഓക്കെ ഫ്രണ്ട്സ്.